പ്രേക്ഷകരെ നമുക്കൊരു അതിഥിയുണ്ട്. ആരാണ് അതിഥി? 2011-16 കാലഘട്ടത്തിലെ ലോഡ് ഷെഡിങ്ങിനെ അതിജീവിച്ച് കേരളം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി സാർവത്രികമായിട്ട് വൈദ്യുതി എല്ലാ വീടുകളിലും എത്തിച്ച് പരമാവധി ലോഡ് ഷെഡിങ്ങും പവർ കട്ട് എന്നുള്ളത് കേരളത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച നമ്മുടെ മണിയാശാൻ, നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി, മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മണിയാശാൻ, നമസ്കാരം. സുഖാണോ? കളിയൊക്കെ കാണുന്നുണ്ടോ ആശാനെ? ഇടയ്ക്കൊക്കെ കാണും. ഫൈനൽ കാണണ്ടേ? ഫൈനല് കാണണ്ടേ? കാണണമല്ലോ, പിന്നെ കാണണം. ഓക്കെ, അർജന്റീന കപ്പടിക്കുമോ കൂടി? അടിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സർക്കാർ പറയുന്നതേ മഴയില്ലാത്തത് പ്രശ്നമാണ്, എല്ലിന പ്രതിഭാസം ഒരു പ്രശ്നമാണ്, ചൂട് കൂടുന്നു. കഴിഞ്ഞ തവണ ഡാമിലുണ്ടായിരുന്നത് ഈ സമയം 47% വെള്ളമാണ്, ഇപ്പോൾ 21%, 24% വെള്ളമുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയാം, പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഹലോ, ഒന്ന്, അദ്ദേഹം കാര്യങ്ങൾ വേണ്ട നില പഠിക്കാതെയോ അല്ലെ മനഃപൂർവ്വമായോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നില്ല. കാരണം ഇവിടെ കേരളത്തിൽ വൈദ്യുതി ആവശ്യത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആകെ ആവശ്യമുള്ളതിൻ്റെ 40% വൈദ്യുതി മാത്രമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് തന്നെ ജലവൈദ്യുതിയും താപനിലയോ എല്ലാം കൂടി പെടുന്നതാണ്. ബാക്കി വൈദ്യുതി വിവിധ കരാർ വഴി വാങ്ങിയാണ് ഇവിടെ LDF ഗവൺമെൻറ്, ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയതും വൈദ്യുതി കെട്ടിൽ നിന്നും കേരളത്തെ മോചിപ്പിച്ചതും എന്ന കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒന്ന്, ഈ ഗവൺമെൻറ് കാണിക്കുന്ന ഗൗരവമായ പിഴവാണ്. വൈദ്യുതി കിട്ടാനുണ്ട്, കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. കാശ് സണ്ണി ജോസഫിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, നാട്ടുകാർ കൊടുത്തോളും, വൈദ്യുതി ഉപയോഗിക്കുന്നവരോട് ഈടാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ വൈദ്യുതി വകുപ്പിനും സതീശൻ ഗവൺമെൻറ്റിനും ഈ കാര്യത്തിൽ വ്യക്തതയില്ല, വ്യക്തമായ കാഴ്ചപ്പാടില്ല. ജനങ്ങളെ വൈദ്യുതി കെട്ടിൽ നിന്ന് ഒഴിവാക്കി അവരുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന കാഴ്ചപ്പാട് അവർക്കില്ല എന്ന കഠിനമായ വിമർശനമാണ് എനിക്കിത് സംബന്ധിച്ച് ഉന്നയിക്കാനുള്ളത്. മണിയാശാനാണ് ഇപ്പോൾ മന്ത്രിയെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് മണിയാശാൻ അന്ന് ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഇത് ഏത് ഫീഡറിൽ നിന്ന് വരുന്നു, ഏതൊക്കെ എക്സ്ചേഞ്ചിൽ ഏതൊക്കെ വൈദ്യുതി ഉണ്ടെന്ന് നേരിട്ട് നമുക്കറിയില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരോട് മണിയാശാൻ അന്ന് കർശനമായൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരു വീട്ടിലും അനാവശ്യമായിട്ട് പവർ കട്ടുണ്ടെന്ന് കേൾപ്പിക്കരുത്, പഴി കേൾപ്പിക്കരുത് എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു 40% വൈദ്യുതിയെ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വിവിധ കരാർ വഴി വാങ്ങിച്ചാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയതും കേരളത്തിൽ ആവശ്യമായി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതല്ല. ഈ ഗവൺമെൻറ് മനഃപൂർവ്വം അത് ചെയ്യാതെ മഴയുടെ പേരും പറഞ്ഞ് മഴയാണ്, മഴയില്ല, വെള്ളമില്ല, ഡാമിൽ വെള്ളമില്ല, അതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞു. ഞാൻ പറയാം, എന്നും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഞങ്ങൾ ഭരിക്കുമ്പം, അന്ന് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 10 വർഷം ഭരിക്കുമ്പോഴും ഈ പ്രശ്നമൊക്കെ അന്നും വന്നെങ്കിലും അതിനെ അല്ല അതിജീവിച്ചത്. വിവിധ കരാർ വഴി വൈദ്യുതി മറ്റ് മേഖലയിൽ നിന്ന് വാങ്ങി ജനങ്ങൾക്ക് കൊടുത്ത്, ജനങ്ങളതിൻ്റെ ഫീസ് കൊടുത്തോളും, പൈസ കൊടുത്തോളും. ഇന്നത്തെ വൈദ്യുതി മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ഞാനും കൊടുത്തിട്ടില്ല. അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയല്ല കൊടുത്തത്, ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് കൊടുത്തത്. അതൊക്കെ ഇപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും ചെയ്യാതെ, ഒന്നെങ്കിൽ കാര്യങ്ങൾ പഠിക്കാതെ, കാര്യങ്ങൾ പഠിച്ചെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തടിതപ്പാൻ നോക്കുകയാണ് സതീശൻ്റെ ഗവൺമെൻറ്റും അതിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും എന്നാണ് എൻ്റെ വിമർശനം. ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി വക്കീൽ പറയുന്ന ഒരു കാര്യം,
ഇതിന് എത്ര കാലം നീളുമെന്ന് എനിക്കറിയില്ല എന്നാണ്. ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രിയൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം നിക്ഷേപകരെ ആശ്രയിക്കുന്നത് ഈ വൈദ്യുതിയെ ആശ്രയിച്ച് വരുന്ന വ്യവസായികളുണ്ട്, നമ്മുടെ കച്ചവടക്കാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഓണപ്പരീക്ഷ വരാൻ പോവുകയാണ്. ഫുട്ബോൾ കളിക്ക് വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം, പക്ഷേ പരീക്ഷ വരാൻ പോകുന്നു, ഓണം വരാൻ പോകുന്നു. അപ്പോൾ ഇനി ഇത് എത്ര കാലം നീളുമെന്ന് അറിയില്ലെന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നത്. നീ അങ്ങനെ അറിയില്ലെങ്കിൽ പോലും അങ്ങനെ പറയാമോ? അതൊന്നും അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹത്തിന് നേരെ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരിക്കലും ആവശ്യത്തിന് വെള്ളവും ആ വെള്ളം ഉപയോഗിച്ച് ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിമിതമുണ്ട്. നമുക്ക് ആവശ്യമുള്ളവൻ്റെ ഒരു നിശ്ചിത ശതമാനം 10-40% വൈദ്യുതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അന്ന് ഞാൻ ഒരു ടേണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി അത് കോഴിക്കോട്ട് വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഞാൻ എല്ലാ ജില്ലയിലും പോയി അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുത്ത നടപടിയെടുത്തൊരു മന്ത്രിയാണെന്ന്. അന്നും കരാറുണ്ടാക്കി വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോഴും വൈദ്യുതി ഇഷ്ടം പോലെ കൊടുക്കാൻ രാജ്യത്തുണ്ട്. കരാറുണ്ടാക്കി അതെല്ലാം വിതരണം ചെയ്യാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതും ഇതുമൊക്കെ പറഞ്ഞ് മഞ്ഞണം കുത്തിയിട്ട് ആളെ കബളിപ്പിക്കുന്ന പണിയാണ് ഈ ഗവൺമെൻറ്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയും ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മണിയാശാൻ എന്ന മന്ത്രിയായിരുന്ന സമയത്തെ ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് മണിയാശാൻ എന്താ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്? കാരണം ഇപ്പോൾ ഈ നിമിഷം വരെയും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടകയിലടക്കം സർപ്ലസ് ഉണ്ട് വൈദ്യുതി. അവിടെ 2 ദിവസമായിട്ട് കൊടുത്തത് ഞാൻ ഇതിലെ പവർ എക്സ്ചേഞ്ച് നോക്കുകയായിരുന്നു. എക്സ്ചേഞ്ചിൽ അവർ 9 രൂപ 8 പൈസയ്ക്കോ മറ്റോ കഴിഞ്ഞ 2 ദിവസം വൈദ്യുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കർണാടക, അവിടെയാണെങ്കിൽ ഭരിക്കുന്നത് DK ശിവകുമാറാണ്, കോൺഗ്രസിൻ്റെ മന്ത്രിസഭയാണ്. ഇവിടെയുള്ള മുഖ്യമന്ത്രിക്ക് വിളിച്ച് സംസാരിച്ചൂടെ? വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വിളിച്ച് സംസാരിച്ചൂടെ? പിന്നെ നിശ്ചയമായും സംസാരിക്കാവുന്ന ഇതൊരു കാര്യമാണ്. ഇവർ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദീർഘനാളുകളായി ഇടുക്കി പദ്ധതിയുണ്ട്, നിരവധി പദ്ധതിയുണ്ട്, പള്ളിവാസൽ പദ്ധതിയുണ്ട് എന്നെല്ലാം പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളവൻ്റെ നിശ്ചിത ശതമാനം വൈദ്യുതി ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. 100% ഇല്ല, 10-40% ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അന്ന് ഞാൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പം നടത്തിയത് വിവിധ കരാർ വഴി വൈദ്യുതി വാങ്ങി ആണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. അത് ഇപ്പോഴും സ്വീകരിക്കാവുന്നതാണ്. അതിന് കാഴ്ചപ്പാട് വേണം, അതിന് നയം വേണം. ആ നയമൊന്നുമില്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊഞ്ഞാന്ന് ന്യായം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന പണിയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയും VD സതീശനും ചെയ്യുന്നതെന്നുള്ള വിമർശനമാണ് എനിക്കുള്ളത്. 10,000 രൂപയുടെ കപ്പൽ നിർമ്മാണ കമ്പനിയൊക്കെ ടാറ്റ തരുമെന്നൊക്കെയുള്ള തള്ളുണ്ടായിരുന്നു. ടാറ്റ കമ്പനി പറഞ്ഞു ഞങ്ങളൊന്നും അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ലാന്ന്. തള്ളു മാത്രമേ ഉള്ളോ മണിയാശാന്? അത് തള്ളേ ഉള്ളൂ. അവർ തള്ളിന് മിടുക്കരാണല്ലോ. പണ്ട് മുതലേക്കല്ലേ ഇന്ത്യയിൽ സോഷ്യലിസം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇവരുടെ ആദ്യ നേതാക്കന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ലാലു ബഹദൂർ ശാസ്ത്രി എല്ലാം സോഷ്യലിസം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് തള്ളിയവരാ. എന്നിട്ട് ഇവിടെ നടത്തിയതിനാ ടാറ്റായുടെയും ബിർളയുടെയും കയ്യിൽ ഒരു ദിവസം കുത്തകകളുടെ കയ്യിൽ രാജ്യത്തിൻ്റെ വ്യവസായവും സ്ഥാപനവും എത്തിച്ചു കൊടുത്ത് അവിടെ അടിമകളാക്കി മാറ്റി ഭൂപ്രഭുത്വം നിലനിർത്തി എൻപിമാരെ സംരക്ഷിച്ച് അല്ലേ പാവപ്പെട്ട കൃഷിക്കാരന് ആശ്വാസം പകരാതെ LDFിൻ്റെ ഗവൺമെൻറ് കേരളത്തിലോ ബംഗാളിലോ ത്രിപുരയിലോ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് ഭൂപ്രഭുത്വത്തെ തടയാൻ ശ്രമിച്ചപ്പം അതിനെല്ലാം എതിരെ നിലപാടെടുത്ത് സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. തള്ളുന്നതിൻ്റെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇപ്പം VD സതീശനും എല്ലാം കൂടുതലാണ്, മെച്ചമാണ്. സോഷ്യലിസം പ്രസംഗിക്കുകയും ടാറ്റ ബിർളമാരുടെ കയ്യിൽ രാജ്യത്തെ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത പാരമ്പര്യമാണ് നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ലാലു ബഹദൂർ ശാസ്ത്രിക്കും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കുള്ളത്. അതിൻ്റെ പിന്മുറക്കാരനായ സതീശനിൽ നിന്നും അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കറണ്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ഇൻവെർട്ടർ ഉണ്ടോ വീട്ടിൽ? മണിയാശാൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടോ? നമുക്ക് ഇൻവെർട്ടർ ഒന്നുമില്ല. ആണല്ലേ? എത്തിക്കും. പക്ഷെ എനിക്കൊന്നു അതൊരു കോൺഫിഡൻസ് അല്ലേ മണിയാശാന്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇൻവെർട്ടർ വാങ്ങണ്ടാതൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? മെഴുകുതിരി വാങ്ങണ്ട, ഇൻവെർട്ടർ വാങ്ങാത്ത 10 വർഷങ്ങൾ.
പിന്നെ ഇൻവേർട്ടർ ഒന്നും വേണ്ട, കറണ്ട് ഉണ്ടാകുമായിരുന്നു. അതുണ്ടാകണമെങ്കിൽ ഒരു കാര്യമാണ്, എന്നും വൈദ്യുതി നമ്മുടെ ആവശ്യത്തിന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നിശ്ചിത ശതമാനം 40% കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ബാക്കി വിവിധ കരാർ വഴി വാങ്ങിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം അല്ലെങ്കിൽ പോലും വൈദ്യുതി വാങ്ങാതെ ഇവിടെ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. അതിനോട് വേണ്ട നില പ്രതികരിക്കാതെ സതീശനും അദ്ദേഹത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ആളുകളുടെ കയ്യിൽ കണ്ണിൽ മണ്ണിടുന്നതിന് പൊടിയിടുന്നതിന് ഒരുപാട് തട്ടിപ്പ് നടത്തുകയാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് എൻ്റെ വിമർശനം. ഓക്കെ മണിയാശാൻ, നമുക്കിനി എന്തായാലും കളി കഴിഞ്ഞിട്ടൊന്ന് കാണാം. അപ്പോൾ അർജന്റീന ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കറണ്ട് പോയില്ലെങ്കിൽ നമുക്ക് കളി കാണാം, ഫൈനൽ മത്സരം. അപ്പോൾ അർജന്റീനയ്ക്കും മണിയാശാൻ്റെ വക എല്ലാ ആശംസകളും കൂടി നേരുന്നു. ഞങ്ങൾ നാളെ വരുന്നുണ്ട്, വീണ്ടും നമുക്ക് ഈ കളിയെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ശരി മണിയാശാൻ, താങ്ക് യു, കുറച്ച് നേരം ചെലവിട്ടത് താങ്ക് യു. അപ്പോൾ നമുക്കിപ്പം എം എം മണിയാണ് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി. എത്ര ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലേ?